ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോശാനയുടെ വിശേഷങ്ങളാണ്. അപ്പം നേണ്ട വൈകിട്ട് സന്ധ്യനമസ്കാരം കഴിഞ്ഞ് വന്ന് നമ്മുടെ നാളെ പൂ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പം കുരുത്തോലയൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് അതിൻ്റെ ബാലൻസ് വന്ന് അന്നേരം ഇവർ മധുവയ്ക്കകത്ത് പൂക്കളൊക്കെ റെഡിയാക്കാൻ വേണ്ടി അത് പള്ളിയിൽ നിന്ന് പൂവൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റോസും നമ്മുടെ ഇതെല്ലാം നമ്മുടെ മധുവയ്ക്കകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ ജമന്തി അതുപോലെ ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ചെറിയ ഇതാക്കിയിട്ട് അവർക്ക് ഇതെല്ലാം മധുവേ യൂസ് ചെയ്യാനുള്ള പൂക്കളാണ്. അപ്പം മിലൻ അതെല്ലാം കൊണ്ടുവന്ന് റെഡിയാക്കുവാണ്. അപ്പം രാവിലെ അത് പോകുമ്പോൾ നേരത്തെ പോകണം. നാളെ അവർക്ക് 6:30-ക്കാണ് ഞങ്ങൾക്ക് കുർബാന തുടങ്ങുന്നത്. പക്ഷേ 6 മണിയാകുമ്പോൾ അവർക്കിതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പോകണം. ഇത് മുല്ലപ്പൂവാണ് സ്ലീവായിലിടാനുള്ള. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം രാവിലെ രണ്ടുപേരും 5:45 റെഡി ആയിട്ടുണ്ട്. മില്ലിന് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വേണം കൊണ്ടുവിടാൻ വേണ്ടി രണ്ടുപേരെയും പള്ളിയിൽ. അവർ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും വിട്ടിട്ട് ഞാൻ തിരിച്ചു വരും. സമയം ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ. നമുക്ക് 6:30-ക്കാണ് കുർബാന. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് പിന്നെ അത് കഴിഞ്ഞ് 6:30 ആകുമ്പോഴത്തേക്കിനെ ഞാൻ പോകുകയുള്ളൂ. അപ്പം ശുശ്രൂഷകളെല്ലാം തന്നെ 6 മണിയായപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പം ഞങ്ങൾക്ക് 6:30-ക്കാണ് ഇന്ന് കുർബാന തുടങ്ങുന്നത്. അപ്പം നമുക്ക് പള്ളിയിലെ വിശേഷങ്ങൾ കാണാം. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിലേക്ക്
സ്തോത്രം നാഥനൊരുക്കിയിരിപ്പൂ. യേശുവിലേക്ക് പോകുവാനായിട്ട് മുന്നോട്ട് നടന്നു. അവൻ ബെത്സയിദ എന്ന് വിളിക്കപ്പെടുന്ന ഒലിവുമലയ്ക്ക് അടുത്തുള്ള ബെത്ഫാഗയ്ക്കും ബെത്ഫാനിക്കും അടുത്തപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നമ്മുടെ നേരെയുള്ള ആ ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിന്റെ പുറത്ത് ഒരിക്കലും ഒരുവനും കയറിയിട്ടില്ല. അതിനെ അഴിച്ചുകൊണ്ടുവരുകയും എന്തിനാണ് നിങ്ങൾ അതിനെ അഴിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുകയും അയക്കപ്പെട്ടവർ പോയി അവൻ പറഞ്ഞിരുന്ന പ്രകാരം കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അവർ അവരോട് ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ച് അതിന്മേൽ യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. സൈത്ത് പർവ്വതത്തിൽ ഇറക്കത്തോടടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത ശക്തികളെ കുറിച്ച് സന്തോഷിച്ച് ആർത്തു വിളിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഹോസാന, രാജാവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, ഉന്നതങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ പാടി കീർത്തി ശിശുക്കൾ ആർക്കുവേണ്ടി അഭ്യസിച്ചുവോ ആ ദാവീദിന്റെ പുത്രനും ദാവീദിന്റെ നാഥനും
മഹത്വമായിരിക്കുന്നവന് തന്റെ വാഹനമായി എളിയ കഴുതയെ തെരഞ്ഞെടുത്ത ശ്രേഷ്ഠമായ തന്റെ നിത്യതയിൽ ആദർശനായവന് താഴ്മയാൽ ഞങ്ങളുടെ വർഗത്തിന്റെ അധപതനാവസ്ഥയെ ഉയർത്തുവാൻ വേണ്ടി ശിശുക്കളാൽ സ്തുതിക്കപ്പെടത്തക്കവണ്ണം കൃപാപൂർവ്വം വിനീതനായവന് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറുവാൻ മാത്രം വിനയപ്പെട്ടവന് ശിശുക്കളുടെ വായിൽ നിന്ന് സ്തുതിയെ ആകർഷിച്ച ജീവന്റെ ലക്ഷ്യസ്ഥാനമായവന് വിനയം മൂലം മകൾക്കൽസായുടെ വാത്സല്യത്തെ വിജയിച്ച പുണ്യവാനും ജയവാവുമായവന് പുണ്യതരങ്ങളും വിശുദ്ധങ്ങളും അറിയിച്ച യഥാർത്ഥ രക്ഷാപ്രമുഖമായവന് ശിശുക്കളാലും കുഞ്ഞുങ്ങളാലും തന്റെ സ്ഥിതിയെ തയ്യാറാക്കിയ കാരുണ്യവാനും മഹാത്മാനും സത്യവാനുമായവന് തന്റെ സ്നേഹിതരെ സ്വകീയമായ പ്രവൃത്തിയാൽ ജ്വലിപ്പിക്കുന്ന ദഹിപ്പിക്കുന്നതും ഭൂഗുരഹിതവുമായ അഗ്നിയായവന് തന്റെ ആത്മാനത്തെ പ്രവാചകന്മാർ അറിയിച്ച മുസ്ലിമുകളുടെ പ്രത്യാശയായവന് ശിശുക്കളെയും പൈതങ്ങളെയും നവീന സ്ഥിതിപാടകന്മാരാക്കി തീർത്തവനും സകല ശ്വാസങ്ങളുടെയും സൃഷ്ടാവും നിർമ്മാതാവുമായവന് തന്റെ വ്യാപാരം മൂലം ലോകത്തെ ഉദ്ധരിച്ച രക്ഷിതാവിന് തന്റെ ശ്രേഷ്ഠതയുടെ ഉന്നതത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുവാൻ വേണ്ടി തിരുവിഷ്ടത്തോടെ ഇറങ്ങി വന്ന പൂർണ്ണപിതാവിന്റെ പൂർണ്ണരൂപമായവന് കർത്താവിന്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ശിശുക്കൾ ആർക്കു വേണ്ടിയാണ് ക്രിസ്തുവോ ആ ഭഗത്യ പരിശുദ്ധനായവന് തന്റെ ദൈവത്തിൻ ഭവനം തന്നിൽ ഞാൻ നിൽക്കും മഹിമയിടും സൈത്തുമരം പോലെ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധ മർക്കോസ് എവങ്കേലിസ്ത എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും പരിശുദ്ധ കന്യാമറിയാം ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളവനും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര നാളുകളിൽ ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. യേശു സൈപ്രസ് പർവ്വതത്തിന് സമീപമുള്ള ബത്ഥാനിയ വരെ യേശുവിനെ വലിയ സമീപിച്ചപ്പോൾ Good.
Study